നമുക്ക് സൈക്ലിംഗ് എന്നാണോ നമ്മൾ ഇന്ന് എന്താണ് നമ്മുടെ ആക്ടിവിറ്റി എന്നോ പൂർണ്ണമായിട്ട് മനസ്സിലാവുക എന്നുള്ള ചെറിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഞാൻ ഫോമിലായിട്ട് പറഞ്ഞതിന് മുമ്പ് ചെറുതായിട്ട് അത് പറയും. നമ്മളൊരു 5 സൈക്ലിംഗ് ക്ലബ്സാണ് കോട്ടയത്തുള്ള ആൾക്കാർ വന്നിരിക്കുന്നത്. ഇത് വന്നിട്ടുള്ളത് കോട്ടയം, പാല, കുറവലങ്ങാട്, വിജയനാട്, കൂട്ടാത്തളം, കോതമംഗലത്ത് നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മൾ ടോട്ടലി കോട്ടയത്തിലെ ഓവർ 200 സൈക്ലിസ്റ്റോളം ഉണ്ട്. നമ്മളിവിടെ ഒരു 50 സൈക്ലിസ്റ്റ് കൂടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സൈക്ലിംഗ് വേൾഡ് സൈക്ലിംഗ് ഡേയും വേൾഡ് എൻവയൺമെന്റ് ഡേയും കൂടെ ഒരുമിച്ച് വരിക. ഏകദേശം ഒരേ വീക്ക് വന്നേക്കുന്ന ദിവസമാണ്. സൈക്ലിംഗ് ആയിട്ട് സസ്റ്റൈനബിൾ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈലും സൈക്ലിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പം നമ്മുടെ സൈക്ലിങ്ങും സസ്റ്റൈനബിൾ എനർജി, സസ്റ്റൈനബിൾ റിന്യൂവബിൾസുമായിട്ട് നമ്മൾ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആക്ടിവിറ്റിയാണ്. So just to give a brief as to how we come together on this. This is the first time the anti-cycling club is going to here. Hopefully we'll have more. I'd like to ask Mona Joshi for the KJ Jacob, the host for the function, all the members of the Rotary Club and the various cycling clubs. I've been entrusted to welcome all of you to this August occasion, chapter 2026, despite his busy schedule. So welcome. Because of your endeavor and your sensitivity, our land is still preserved in a very beautiful place, very neat and clean. We can do much better. We can still keep more cleaner and much better.
പറപ്പിക്കടാ പറപ്പിക്കടാ വരെ പോയിട്ട് തിരിച്ചു വരാം. ഞങ്ങളെല്ലാം കൂട്ടത്തോടെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആറിൻ്റെ തീരത്ത് പ്രകൃതിരമണീയമായ സ്ഥലമാണ്. സംരക്ഷിക്കുക ഇപ്പം അതിന് പിന്നെ ഒരു സംരക്ഷണ സമിതി ഇവിടെ തന്നെ തമിഴ്നാട് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് തുടങ്ങി. അവരിപ്പാണ് ഇതെല്ലാം സംരക്ഷിച്ച് വരുന്നത്. പിന്നെ ഇത്രയൊക്കെയാണ് അതിൻ്റെ. പിന്നെ നമ്മളിവിടെ പ്രകൃതിരമണീയമായ സ്ഥലമുണ്ട്. കുറച്ച് വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സാർ ഇത് റൈഡിൻ്റെ കാര്യം പറഞ്ഞപ്പം വനവൽക്കരണത്തിന് വേണ്ടി പറ്റിയ സ്ഥലമാണെന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തു. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ്ങും ഇത് കയാക്കിങ്ങും ബോട്ടിങ്ങും ഉണ്ട്. നമ്മളിതിന് ഇവിടെ സെക്രട്ടറി സാറിനെയാണ് അതിനല്ല നമ്മൾ സാറിനെയല്ല നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ തന്നെ എല്ലാത്തിനും നമുക്ക് സഹായം എല്ലാം ചെയ്തു തന്നു. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ വന്നപ്പോഴും ഇത് കുഴിയെടുക്കാനുള്ള എല്ലാ മെറ്റീരിയൽസ് എല്ലാം ഇപ്പോൾ പള്ളിയിൽ പോയി സാറിന് വയ്യാതിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാർ ചെയ്യാൻ. അപ്പോൾ അതിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറഞ്ഞു കേട്ടോ. എല്ലാ ആരിഷിനും പ്രത്യേകം നന്ദി. ഞങ്ങൾ വന്ന് ഇവിടെ വന്ന് ചോദിച്ച വഴി ആരിഷ് പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. അതേ വഴി പറഞ്ഞൊക്കെ തന്നെ ഞങ്ങളെ ഡയറക്റ്റ് ചെയ്തവനാ. അന്ന് ഞങ്ങൾ പോയി കണ്ടു. ചെറിയ സാർ ഒരു ചെറിയ ഗ്രീൻ പ്ലേജ് നമുക്ക് വായിച്ചു തലമൂത്ത ആൾക്കാരെ. എല്ലാവരും വിസ്തരിക്കുന്നുണ്ട്. ചെറിയൊരു പ്രതിനിധി ഒരു കാര്യം മാത്രം ചോദിക്കട്ടെ. ജാദു പയങ്ങിനെ ജാദു പയങ് അതേ കാര്യങ്ങളോട് ജാദു പയങ് ഫോറസ്റ്റ്മെൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് 1979 അതിന് 16 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ താമസം ആസാമിലെ ബ്രഹ്മപുത്ര ജില്ലയിലായിരുന്നു. നൂറുകണക്കിന് ആയിരക്കണക്കിന് മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നത് നേരിട്ടുണ്ട്. അതിന് കാരണം മനസ്സിലാക്കിയത് ഈ കാട് മുഴുവൻ വിട്ടുതെളിച്ചുകൊണ്ടാണ്. ഒറ്റയ്ക്കൊരു മനുഷ്യൻ 40 വർഷമായിട്ട് മരുന്നിടുക 1560 ഏക്കർ കഴിഞ്ഞിരിക്കുന്നു. ആസാമിൻ്റെ വ്യവസ്ഥയെ മാറി, ആസാമിൻ്റെ ആവാസ വ്യവസ്ഥയെ മാറി, ഒരു ഫലഭൂഷണമായ സ്ഥലമായി ബ്രഹ്മപുത്ര അരിയിലുള്ള തടാകങ്ങൾ മാറി. ഞാൻ പറഞ്ഞ കാര്യം, എന്തിനാണ് ഈ പരിസ്ഥിതിനെ ആഘോഷിക്കുന്നതൊക്കെ എല്ലാം ചോദിക്കും. ദിനം കൊണ്ട് ചെയ്യുമോ? പക്ഷെ ദിനമെല്ലാം ഓർമ്മപ്പെടുത്തില്ല. നമുക്കിനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിലെ മാലിന്യം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാത്തിലും കുറഞ്ഞിട്ടുണ്ട്. ആളുകൾ ബോധവാന്മാരാണ്. ഞാൻ ഷമീറിനോട് ചോദിക്കുകയോ ഷമീർ എന്നെ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് താഴെ ഇരിപ്പിക്കില്ല. എപ്പോഴും അത് ഓർക്കും. അല്ലെങ്കിൽ വളരെ പോകരുത്. നല്ലൊരു ക്വാളിറ്റിയാണ്. ആൾക്കാരുടെ അവബോധം ഇത്തരത്തെ ദിനങ്ങളുണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു വെഞ്ചർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ യാത്രയിൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാനുള്ള ഒരു ശ്രമമായി മാറും. അത്ര ഒരു പ്രതിജ്ഞ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് 365 ദിവസവും പരിസ്ഥിതിയുമായിട്ട് ആഘോഷിക്കാൻ സാധിക്കട്ടെ. ജാദവ് പയങ്ങിനെ പോലെയുള്ള പയങ്ങന്മാർ ഈ സൈക്ലിംഗ് ക്ലബിൽ ഉണ്ടായിട്ടെന്ന് ആശംസിക്കുന്നു. ഞങ്ങൾ ഈ ദിനത്തിൽ പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും പ്രതിജ്ഞ ചെയ്യുന്നു. മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിനുമായി സൈക്കിൾ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുവാനും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുവാനും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഹരിതവും ശുചിത്വവും സുരക്ഷിതവുമായ നാളെ സൃഷ്ടിക്കുവാൻ ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്യുന്നു. കൈ ഉയർത്തി നമുക്ക് പറയാം, പ്രകൃതിയെ കാക്കാം, സൈക്കിൾ ചവിട്ടാം. ഒന്നുകൂടെ, പ്രകൃതിയെ കാക്കാം, സൈക്കിൾ ചവിട്ടാം. താങ്ക് യു. അവിടെ നിന്ന് രണ്ടുപേരും പ്ലീസ് അവിടെ ഇരുന്നാലും കുഴപ്പമില്ല. പ്ലാസ്റ്റിക്
ഞങ്ങളുടെ പ്രസിഡന്റ് സുന്ദരമായിട്ട് എല്ലാവരും തല ഇങ്ങനെ എവിടെ വെക്കുന്നത് അവന്റെ ഇത് കാരണം ഏതാ അത് കാഞ്ഞിരപ്പള്ളി സൈഡാ. ഇത് ഏത് ഞാൻ മണവേട് അവരുടെ ഔട്ട്സോഴ്സ് അല്ല ജിറ്റുവിൻ്റെ എടുക്കാം. ഈ പ്രാവശ്യം സാമ്പാർ കരിയരുതേ എന്ന് പ്രാർത്ഥിച്ചു.